మాటకి నన్ను పచ్చి బూతులు తిడతారు మళ్ళీ మీడియాలో అంతా. లోకాలో స్ట్రైట్ తెలుగు సినిమా తీస్తే లోక ఇది లాగ్ ఉంది, ఇది స్పాన్ లేదు, ఇలా ఉంది అలా ఉంది అని తిట్టకపోతే నా പേര് మార్చుకుంటాను. അതായത് ഈ പറയുന്നത് ആരാന്നറിയോ? തെലുങ്കിലെ തന്നെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർമാരിൽ ഒരാളായിട്ടുള്ള നാഗവംശിയാണ്. ലോകേനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതായത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇത് തെലുങ്കിലാണ് റിലീസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ, ഇതൊരു തെലുങ്ക് പടമാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഇത് പരാജയപ്പെടുത്തുമായിരുന്നു. ഇതിനകത്ത് ലാഗ് ഉണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഈ ഒരു പടത്തിനെ പരാജയപ്പെടുത്തുമായിരുന്നു എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അപ്പൊ പുള്ളി സത്യത്തിൽ പറയാതെ പറയുന്നത് എന്താണ്? നമ്മുടെ മലയാളി ഓഡിയൻസിന്റെ ഒരു ലെവലാണ്. നമുക്ക് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കിടലൻ സാധനം തന്നു കഴിഞ്ഞാൽ നമ്മളത് കാണും, നമ്മളത് പൊളിയായിട്ട് ആഘോഷിക്കും എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പുള്ളി പറയുന്നുണ്ട് കേട്ടോ. അതായത് തെലുങ്ക് ഓഡിയൻസിന് സത്യത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് അവർക്ക് ഇപ്പോഴും അറിഞ്ഞൂടാന്നാ പറയുന്നത്. അതായത് ഇതിന്റെ ഈ ഒരു ഡിസ്കഷനിൽ ഇങ്ങനെ നമ്മൾ ഇതിന്റെ വീഡിയോ കംപ്ലീറ്റ് കാണുന്നതിന് അതിനകത്ത് പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അതായത് ഈ പല തരത്തിലുള്ള കൈൻഡ് ഓഫ് സിനിമകളാണ് തെലുങ്ക് ഓഡിയൻസിന് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. അതിൽ ചിലത് അവർ സ്വീകരിക്കുന്നുണ്ട്, ചിലത് സ്വീകരിക്കുന്നില്ല. അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ളത് അറിയത്തില്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൂടെ ഇതിനകത്ത് ഈ പറയുന്ന നാഗവംശി പറയുന്നുണ്ട്. സത്യത്തിൽ ഈ പറയുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെലുങ്കിലും ഈ ഒരു പടം ഏകദേശമൊക്കെ ഹിറ്റാണ്. ഈ നാഗവംശിയുടെ സിത്താര എന്റർടൈൻമെന്റ്സ് ആണ് ഇത് തെലുങ്കിലും ഈ ഒരു പടം റിലീസ് ചെയ്തേക്കുന്നത്. അതായത് ഡബ് ചെയ്തിട്ടാണ് റിലീസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്നത് ഈ സിത്താര എന്റർടൈൻമെന്റ്സ് ആണ്. അപ്പൊ അതും അത്യാവശ്യം ഹിറ്റാണ്. നമുക്കറിയാം ലോക ചാപ്റ്റർ 1 എന്ന് പറയുന്നത് 300 കോടിയിലധികം നമ്മുടെ മലയാളക്കര ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബിഗ്ഗസ്റ്റ് കളക്ഷൻ റെക്കോർഡ് ഇട്ടിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പടം എന്ന് പറയുന്നത്. മാത്രമല്ല ഏത് OTT പ്ലാറ്റ്ഫോമിലാണ് ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒക്കെ അനൗൺസ്മെന്റ് വന്നു. അപ്പൊ അതിന് മുന്നേ ഇപ്പൊ കുറെ ആൾക്കാർ ഇത് OTT കാണണ്ട, ഇത് തിയേറ്റർ കാണേണ്ട പടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും തിയേറ്റർ പോയി കാണുന്ന കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, അതവിടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു പടം തെലുങ്കിൽ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആൾക്കാരെ ലാഗുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട് എന്ന് പറഞ്ഞിട്ട് പരാജയപ്പെടുത്തിയെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഇതിന്റെ താഴെ കമന്റ് സെക്ഷൻസ് നമ്മൾ വായിക്കുന്ന സമയത്താണ് ഏറ്റവും കോമഡി. മലയാളികളുടെ ഹ്യൂമർ സെൻസ് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോന്റെ താഴെ ചെന്ന് കാണണം. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു 2 കമന്റ് ഉണ്ട്. എന്താ അറിയോ? ലോകയില് ബാലയ്യന്റെ ഒരു ക്യാമിയോ റോൾ ഉണ്ടായിരുന്നെങ്കിൽ പടം ഹിറ്റാവും, അവർക്ക് അതാണ് വേണ്ടതെന്നാ പറയുന്നത്. അത് നല്ല രസമുണ്ട്, അത് സത്യമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത്, ലോകയില് നെൽസന് പകരം ബാലയ്യനെ വെക്കണം, എന്നിട്ട് നമ്മുടെ കല്യങ്കാട്ട് നീലിന്റെ കൂടെ ഒരു 4 കുത്തുപാട്ടം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു പടം കാണും. അപ്പൊ ഇങ്ങനെ കുറേ കമന്റുകൾ, എന്റെ പൊന്നോ നമ്മൾ ചിരിച്ച് പണ്ടാലടങ്ങി പോവും. അങ്ങനെ കുറേ കമന്റുകൾ ഈ വീഡിയോന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസിന്റെ താഴെ മലയാളികൾ ഇടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഹ്യൂമർ സെൻസ് നോക്കണം. സത്യത്തിൽ തെലുങ്ക് പടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു സിനിമയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഈ കൈൻഡ് ഓഫ് പാട്ടുകൾ, ഈ കൈൻഡ് ഓഫ് ഒരു ടെംപ്ലേറ്റിലാണ് പടം വരുന്നതെന്നുള്ളതാണ്. അത് ആ പടം ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അങ്ങനത്തെ ഒരു സെഗ്മെന്റ് പാട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാണ്ട് പലപ്പോഴും അങ്ങനത്തെ പാട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിൽ റിലീസ് ആവുന്ന പടങ്ങൾ അത് അങ്ങനെ ഒരു പാട്ട് ആ സന്ദർഭത്തിൽ അവിടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനത്തെ പാട്ടുകൾ വരുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒന്നും സ്റ്റോറിയിൽ ഒരിക്കലും ആ കൈൻഡ് ഓഫ് പാട്ടുകളെ നമ്മൾ ഒരു കാരണവശാലും അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു റീസൺ കൂടെയുണ്ട്. അതായത് ലോക ചാപ്റ്റർ 1 നമുക്കറിയാം അത് കല്യങ്കാട്ട് നീലിയാണ്. കല്യങ്കാട്ട് നീലി എന്ന് പറയുന്നത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മിത്താണ്. ആ മിത്ത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. അത് 2025 കല്യങ്കാട്ട് നീലി നമ്മുടെ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതാണ് ആ പടത്തിനകത്ത് ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി, നമ്മുടെ സ്വന്തം സാധനം, സ്വന്തം മിത്ത്, അത് നമ്മളിങ്ങനെ ആ ഒരു രോമാഞ്ചത്തോടു കൂടെ നമ്മളിരുന്ന് കാണുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെയും കൂടെ ഒരു റിഫ്ലക്ഷൻ അതിനകത്തുണ്ട്. ഇത് മലയാളത്തിലെ മാത്രം കാര്യമാണ് കേട്ടോ പറയുന്നത്. പക്ഷെ അതൊരു പ്രശ്നമല്ല. ഈ പറയുന്ന നമ്മുടെ മാത്രം മിത്താണെന്നുള്ളത് ഒരു പ്രശ്നമല്ല എന്നുള്ളത് തമിഴില് ഹിറ്റ് ആയിട്ടുണ്ട്, ബാക്കി എല്ലാ ലാംഗ്വേജസിലും ഓവർസീസിലും എല്ലാം ഈ പടം ഹിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ തമിഴിലേക്ക് വരുന്ന സമയത്ത് ചില റിവ്യൂസ്, ചില കമന്റുകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ നീലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ റിവീൽ ചെയ്യുന്ന സമയത്ത് ആ കീ കൊടുത്തിട്ട് അതിൽ നീലി നേടിയിട്ടുണ്ടാവുമല്ലോ, അങ്ങ് ആ സ്ഥലത്തൊക്കെ നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിൽ ഭയങ്കര കയ്യടിയും ഒരു ഗൂസ്പമ്പ് മൂമെന്റ് ആയിരുന്നു അത്. പക്ഷെ
തെലുങ്കിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന തമിഴിലേക്കോ കന്നഡയിലേക്കോ ഹിന്ദിയിലേക്കോ എന്ന് വരുന്ന സമയത്ത് ആ ഒരു മൊമെന്റ് അവിടെയില്ല. അതിന്റെ റീസൺ അവർക്ക് നീലി ആരാണ്, നീലി എന്താണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ ആ ഇൻഡസ്ട്രീനെ കുറിച്ച് തന്നെ അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇപ്പൊ അവിടുത്തെ അവസ്ഥ? പിന്നെ അവിടുത്തെ ഒരു സോഷ്യൽ ഒരു സെറ്റപ്പും അതേപോലെ തന്നെ സാമൂഹ്യ സാഹചര്യം ഇതെല്ലാം ഡിമാൻഡ് ചെയ്യുന്നത് കൂടെയുണ്ട്. ഇതൊക്കെ ഡിമാൻഡ് ചെയ്യുന്നത് വേറൊരു ടെംപ്ലേറ്റും വേറൊരു കൈൻഡ് ഓഫ് സാധനമാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു സോഷ്യൽ സെറ്റപ്പും നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ലിറ്ററസി ലെവലൊക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടേണ്ട ടെംപ്ലേറ്റ് ഇതാണ്, നമുക്ക് കൊടുക്കേണ്ട പടം ഇങ്ങനത്തെ ഒരു പടമാണ്, അതുകൊണ്ട് ഇത് ഇവിടെ ഇറങ്ങി ഇവിടെ ഹിറ്റായി എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അവിടെ ഇറങ്ങുന്ന ബാലയ്യ പടങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപരാധം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയോ അല്ലെ? നമുക്കത് കാണാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റുകൾ ഈ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ഉണ്ട് എന്നുള്ളതും കൂടെ ഒരു ഫാക്റ്റ് ആണ് എന്നുള്ളതാണ്.